ലോകത്തിനിയൊരു മഹായുദ്ധമുണ്ട്, അതൊരു പക്ഷേ കുടിവെള്ളത്തിന് വേണ്ടിയാണ്. ദിവസം ഒരു തവണ വരുന്ന കുടിവെള്ള ടാങ്കറിന് പിന്നാലെ ആളുകൾ പായുന്ന കാഴ്ച രാജ്യ തലസ്ഥാനത്താണ്. കുടിവെള്ള പ്രതിസന്ധി വേട്ടയാടുന്നുണ്ട് തലസ്ഥാനവാസികളെ. ക്യാമ്പുകളിലും ചെറു സെറ്റിൽമെന്റുകളുമായി ജീവിക്കുന്നവർക്ക് ആകെ ആശ്രയം ഇത്തരം ടാങ്കർ ലോറികളാണ്. 1-2 ദിവസങ്ങൾ ആ വെള്ളത്തിൽ തള്ളി നീക്കണം. ചാണക്യപുരിയിലെ സഞ്ജയ് ക്യാമ്പ്, വസന്ത് വിഹാറിലുള്ള കുസുംപൂർ പഹാടി തുടങ്ങിയ മേഖലകൾ വെള്ളത്തിനു വേണ്ടി അലയുന്നുണ്ട്. മിഡിൽ ക്ലാസ് വിഭാഗം താമസിക്കുന്ന ജനതാ ഫ്ളാറ്റുകളിൽ ദിവസവും 2 നേരം കുടിവെള്ള കണക്ഷൻ വഴി വെള്ളം എത്തുന്നുണ്ട്. ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങൾ ഡൽഹിക്ക് വിട്ടു നൽകുന്ന വെള്ളം കുറച്ചു എന്ന് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നുണ്ട്. BJP നേതൃത്വം ഇരു സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തണം. മാത്രമല്ല, 1 മാസത്തെ ക്രമീകരണം നടത്തി കൂടുതൽ വെള്ളം വിട്ടു നൽകണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി സർക്കാർ സുപ്രീം കോടതിയും സമീപിച്ചിരിക്കുകയാണ്. പുറം പണിയെടുക്കുന്നവർക്കാണ് ഉഷ്ണതരംഗം ഏറ്റവും അധികം ഭീഷണിയായിരിക്കുന്നത്. നിരവധി ആളുകൾ ചികിത്സയിലാണ്. ഉഷ്ണതരംഗം കാരണമുള്ള മരണം ഇനിയും വർദ്ധിച്ചേക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നു. ചൂടിനെ മറികടക്കാൻ ആളുകൾ നനച്ച തുണി മൂടി പുറത്തു പോകുന്നത് ശീലമാക്കി. നിർജ്ജലീകരണത്തെ മറികടക്കാൻ റോഡരികുകളിൽ മൺകുടത്തിലടക്കം വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. ഡൽഹിക്ക് പുറമെ ഒഡീഷ, ബീഹാർ, ജാർഖണ്ഡ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളും കടുത്ത ചൂടിൽ തിളച്ചു മറിയുകയാണ്. കുടിവെള്ള പ്രതിസന്ധി കണക്കിലെടുത്ത് ഡൽഹിയിൽ സർക്കാർ നിയന്ത്രണം കർശനമാക്കിയിരിക്കുന്നു. വെള്ള ടാങ്കറുകളെ ഏകോപിപ്പിക്കാൻ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ക്ലസ്റ്ററുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ടാങ്കറുകൾ എത്തിക്കും. ജലം പാഴാക്കുന്നത് തടയാൻ 200 സംഘങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.